നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ റിട്ടയർമെൻറ്റിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പൊതുവെ ആളുകളോട് റിട്ടയർമെൻറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് 3 തരത്തിലുള്ള റെസ്പോൺസാണ് ഉണ്ടാവാറ്. അതിൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ബട്ട് അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ നോക്കുകയാണെങ്കിൽ റിട്ടയർമെൻറ്റൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇപ്പോൾ ചെയ്തില്ല, കുറച്ചും കൂടി കഴിഞ്ഞ് മെല്ലെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഒരു രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറി ആൾക്കാരായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മരിക്കുന്നത് വരെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ജോലിയോ മറ്റോ ചെയ്ത് അതിൻ്റെ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം വെച്ചിട്ട് മുന്നോട്ട് പോവുക, അവരുടെ ഡെയിലി എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 60 വയസ്സിലും 70 വയസ്സിലൊക്കെ പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്? ശരിക്കും റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കുറേ കാലം ജോലി ചെയ്തു, അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റ്, മേ ബി ഒരു 50 വയസ്സിൽ ഒരു 55 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നതൊക്കെ ക്വിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട്, മേ ബി ടൂറിന് പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു ലൈഫിനാണ് നമ്മൾ ശരിക്കും റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 55-ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിട്ടയർ ചെയ്തതിന് ശേഷം മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ എന്തായാലും ഒരു എക്സ്പെൻസുകൾ കാര്യം, മേ ബി റെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇൻകം ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഇൻകത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കൊരു ഇൻകം വന്നുകൊണ്ടിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിട്ടയർമെൻറ്റിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ കാണാൻ പറ്റുന്നത് ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മേ ബി ഈ പറഞ്ഞ ഒരു 55 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആളുകൾ റിട്ടയർ ചെയ്തിട്ട് അവർക്കൊരു പെൻഷൻ, ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു പെൻഷൻ കിട്ടും, അവർ എമൗണ്ട് വെച്ച് അവർ ജീവിക്കും. അപ്പോൾ പൊതുവെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളതെന്നാണ്. എന്നല്ല, നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മേ ബി ഒരു ഗവൺമെൻറ് ജീവനക്കാരനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല രീതിയിലുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ അതിനെ പ്രോപ്പറായ രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം എക്സൽ ഷീറ്റ് ഞാൻ ഒരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എക്സൽ ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ ഒരു ഇതിലേക്ക് കാൽക്കുലേഷൻസിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലുള്ള 2 ലൈഫ് സ്റ്റേജസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് പറയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ലൈഫ് സ്റ്റേജസ് എന്ന് പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടാവും, നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഒരു ലൈഫോ ഒരു അതിനുശേഷമുള്ള ഒരു പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 25 വയസ്സുള്ള ഒരാളുടെ കേസ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 25 വയസ്സുള്ള ഒരാളുണ്ട്. അപ്പോൾ അവർ റിട്ടയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് മേ ബി ഒരു 55-ാമത്തെ വയസ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ ഒരു വർക്കിംഗ് പീരീഡ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നതാണ് ഈ ഒരു 25-ാമത്തെ വയസ്സ് മുതൽ 55. ഇത് ഓരോ ആൾക്കാരുടെ കേസിലും ഇപ്പോൾ 30-ാമത്തെ വയസ്സിലാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 30-ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ 60-ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പീരീഡാണിത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളൊരു ടൈം പീരീഡ് എന്ന് പറഞ്ഞത് 30 ഇയേഴ്സ് ആണ്. 30 വർഷമാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇവരിപ്പോൾ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന 55-ാമത്തെ വയസ്സിലാണ്. പിന്നീട് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു ലൈഫ് എക്സ്പെക്ടൻസി, അതായത് നമ്മൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ഏജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു കേസിൽ ഒരു 80-ാമത്തെ വയസ്സ് വരെയാണ് നമ്മൾ ജീവിച്ചിരിക്കാൻ പോസിബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിനാണ് നമ്മൾ റിട്ടയർമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു 55-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സിൻ്റെ ഒരു പീരീഡാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ലൈഫ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ആണ്. അതായത് നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്കൊരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ്
കോർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തിനാണ് ഈ റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻകം ഉണ്ടാവും. അപ്പോൾ ആ ഇൻകം നമ്മൾ എന്താണ് എല്ലാ മാസവും അല്ലെങ്കിൽ ആ ഒരു പീരീഡിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു 55ാമത്തെ വയസ്സാവുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ 55ാമത്തെ വയസ്സിൽ നമ്മൾ ജോലി ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് നമ്മളിവിടെ ബിൽഡ് ചെയ്ത മേ ബി ഒരു എക്സാമ്പിൾ ആയിട്ട് മേ ബി ഒരു 2 കോടി എന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇത്ര വർഷം കൊണ്ട് ഈ ഒരു 30 വർഷം ഈ ഒരു കേസിലാണെങ്കിൽ 30 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്തൊരു എമൗണ്ട് എന്ന് പറയുന്നത് 2 കോടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ റിട്ടയർമെന്റ് കോർപ്പസ് നമ്മൾ ഈ റിട്ടയർമെന്റ് കോർപ്പസ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് നിന്നാണ് നമ്മൾ എല്ലാ മാസവും നമ്മളുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുക. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴിയോ മറ്റോ നമ്മൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ അത് തന്നെ നമ്മൾ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മേ ബി എല്ലാ മാസവും നമ്മൾ 1 ലക്ഷം രൂപ ഈ ഒരു റിട്ടയർമെന്റ് ശേഷം വിഡ്രോ ചെയ്യും. ഓക്കെ, അപ്പം അത് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ് കോർപ്പസ് എത്ര രൂപ നമുക്ക് വേണം. അത് ഓരോ ആൾക്കാരുടെ കേസിലും വേരിയേഷൻസ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് വരാം. ഇനി നിങ്ങൾ ഈ ഒരു എക്സൽ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു എക്സൽ ഷീറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് ഏജ്. ഇപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏജ് എത്രയാണോ അതാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ സമയത്ത് 25 വയസ്സ് ഉള്ള ഒരാളുടെ കേസാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. 25 വയസ്സിൽ ഒരാൾ അവരുടെ 30 വർഷത്തിന് ശേഷം 55ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവരെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒരു 80 വയസ്സ് വരെയാണ്. അപ്പോൾ അതാണ് നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏജ് നമ്മൾ ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് മന്ത്ലി എക്സ്പെൻസ്. ഇപ്പോൾ ഓരോ ആൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ എക്സ്പെൻസ് ഉണ്ടാവും. മേ ബി റെന്റ് ഉണ്ടാവും, അവരുടെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും, ഫുഡിനുള്ള എക്സ്പെൻസ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ബിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഏജിൽ നിങ്ങൾക്ക് എത്രയാണോ ഒരു മാസം വരുന്ന ആ ഒരു എക്സ്പെൻസ് എന്നുള്ളത് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു 20,000 ആയിരിക്കും, മേ ബി ഒരു 10,000 റുപ്പീസ് റെന്റ്, ബാക്കിയുള്ള ഈ ട്രാവൽ എക്സ്പെൻസ് ഫുഡൊക്കെ കൂട്ടി മേ ബി ഒരു 10,000 അഡീഷണൽ. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് ഒരു മാസം വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ 20,000 എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അതിപ്പോൾ ഈ 25ാമത്തെ വയസ്സിലുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് റിട്ടയർമെന്റ് ഏജ്. നമ്മളിപ്പോൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ എടുത്തത് 55 വയസ്സാണ് റിട്ടയർമെന്റ് ഏജ് ആയിട്ട് എടുത്തുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ആ ഒരു ഏജ് കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ റിട്ടയർമെന്റ്, അതായത് റിട്ടയർമെന്റ് ആവാൻ വേണ്ടി എത്ര കൊല്ലം ഉണ്ടെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ആവും. ഇനി ലൈഫ് എക്സ്പെക്ടൻസി, അതായത് നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത കേസിൽ ഒരു 80 വയസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ അടുത്തായിട്ട് കൊടുക്കേണ്ടതാണ് ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് നമുക്കറിയാം നമ്മൾ ഓരോ സാധനങ്ങളുടെയും വില ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 6% അല്ലെങ്കിൽ 7%, ഇപ്പോൾ അതിനൊരു വേരിയേഷൻ വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 7% ഉള്ളതാണ് ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം വാല്യൂ ഓഫ് മന്ത്ലി എക്സ്പെൻസ് പോസ്റ്റ് റിട്ടയർമെന്റ്. അതായത് ഇയാളുടെ കേസിൽ 55ാമത്തെ വയസ്സിലാണ് റിട്ടയർമെന്റ് ആവുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ വർഷം കഴിയുന്നതോറും സാധനങ്ങളുടെയും മറ്റും വില കൂടും. അപ്പോൾ എന്താണ് നമ്മൾ ഈ കൊടുത്തില്ല മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏജിലാണ് 25ാമത്തെ വയസ്സിലുള്ള എക്സ്പെൻസ് ആണ്. ഇത് ഓരോ വർഷം കഴിയുന്നതോറും 21,000 22,000 ഇങ്ങനെ കൂടി പോകും. അപ്പോൾ 55ാമത്തെ വയസ്സാകുന്ന സമയത്ത് ഇവരുടെ ഈ ഒരാളുടെ കേസിലുള്ള മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഒരു മാസം ഏകദേശം 1.5 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം ഇൻഫ്ലേഷൻ 30 വർഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പീരീഡാണ്. അപ്പോൾ അതിൽ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇയാളുടെ കേസിൽ എന്താണ് 1.5 ലക്ഷം രൂപയോളം ഈ ഒരു ഇൻഫ്ലേഷൻ കൊണ്ട് ഒരു മാസത്തെ എക്സ്പെൻസിന് വേണ്ടി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ മാസവും കിട്ടേണ്ടത്. എല്ലാ മാസം എന്ന് പറഞ്ഞാൽ ആ ഒരു 55ാമത്തെ വയസ്സിൽ കിട്ടേണ്ട റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു എമൗണ്ട് ഈ ഒരു എമൗണ്ട് വീണ്ടും ഒരു വർഷം കഴിയുന്ന സമയത്ത് കൂടി പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ് ഇൻ റിട്ടയർമെന്റ്, അതായത് 55ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ 80ാമത്തെ വയസ്സാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു 25 വർഷമാണ് നമ്മളിനി റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അതും ഇവിടെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഈ ഒരു പീരീഡിലേക്കുള്ള കാൽക്കുലേഷൻസ് ആണ്. അതായത് ഇവിടെ വരുന്ന എത്ര രൂപയാണ് റിട്ടയർമെന്റ് കോർപ്പസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു പീരീഡിൽ ഓക്കെ നമ്മൾ വൺസ് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ
നമ്മുടെ ആ ഒരു ടോട്ടൽ ഈ ഒരു പീരീഡ് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മേ ബി ഒരു ഇക്വിറ്റി ഫണ്ടിൽ കുറച്ചും കൂടി റിസ്ക് ഉള്ള ഒരു ഫണ്ടിലേക്കായിരിക്കും മേ ബി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് മേ ബി നമ്മളൊരു 12% ഒക്കെ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 12% ഒക്കെ ആയിരിക്കും നമ്മൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ വൺസ് നമ്മൾ ഈ ഒരു 55ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു 12% ആ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യും. റിട്ടയർമെന്റിൽ നമ്മൾ റിസ്ക് കുറവ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മേ ബി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം, ബട്ട് നോർമലി ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്നത് ലോ റിസ്ക് കാറ്റഗറിയിൽ ഫണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വൺസ് 55ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു അത്രയും കാലം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോർപ്പസ് മേ ബി ഒരു 2 crore എന്നുള്ള ഒരു കോർപ്പസ് എമൗണ്ട് ആവാം. ആ ഒരു എമൗണ്ട് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഫണ്ടുകൾ മേ ബി ഒരു ഡെറ്റ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളിലേക്ക്, അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് മേ ബി ഒരു 8% അല്ലെങ്കിൽ ഒരു 9% ഒക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഫണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിട്ടേൺ ആണ് നമ്മൾ ഈ ഒരു എക്സൽ ഷീറ്റിൽ കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ ഓൺ കോർപ്പസ് എന്ന് പറഞ്ഞാൽ 8%. അതായത് വൺസ് റിട്ടയർ ആയതിനു ശേഷം നമ്മളതൊരു സേഫ് ഡെറ്റ് കാറ്റഗറി ഫണ്ടിലേക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന റിട്ടേൺ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 8%. അപ്പോൾ മേ ബി ഒരു 9% മറ്റോ നമുക്ക് കൺസിഡർ നിങ്ങൾക്ക് ഓക്കെ ഒരു 9% എന്നുള്ളൊരു. അപ്പോൾ അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ കോർപ്പസ് റിക്വയർഡ് ടു അക്വയർ ഫോർ റിട്ടയർമെൻറ്റ് എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ന് പറയുന്ന എമൗണ്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3,65,21,000 ഈ ഒരാളുടെ കേസിൽ ഇവർ റിട്ടയർ ആവുന്ന സമയത്ത്, അതായത് 25ാമത്തെ വയസ്സിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത് 55ാമത്തെ വയസ്സിൽ റിട്ടയർ ആവുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞ് ഏകദേശം 3,65,00,000 രൂപയുടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഈ 55ാമത്തെ വയസ്സിൽ റിട്ടയർ ആവുന്ന സമയത്ത് 3.65 crore എന്ന് പറയുന്ന ഒരു എമൗണ്ട് 3.65 crore എന്ന് പറയുന്ന ഒരു എമൗണ്ട് റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. പിന്നീട് എപ്പോഴും ഓരോ മാസം ഈ ഒരു 3.65 crore എന്നാണ് എല്ലാ മാസത്തെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് വിഡ്രോ ആവുക. അപ്പോൾ അതിനാണ് നമ്മൾ റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ്, റിട്ടേൺ ഓൺ കോർപ്പസ് ഇതൊക്കെ നിങ്ങൾക്ക് സെയിം ആയിട്ട് കീപ്പ് ചെയ്യാം. ബാക്കി നിങ്ങളുടെ ഏജും നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് നിങ്ങളുടെ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു എമൗണ്ട് കിട്ടി 3.65 crore. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3.5 കോടി രൂപയോ എന്നൊക്കെ ഉള്ളത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ കാര്യമല്ല നമ്മൾ പറയുന്നത്, വീണ്ടും ഒരു 30 വർഷം കഴിയുന്ന സമയത്തുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു 3.5 കോടിക്ക് ഇത്ര വലിയൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു 30 വർഷം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് നമുക്കിപ്പോൾ ബിൽഡ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു എമൗണ്ട് ആണ് 3.65 crore. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ വരുന്ന നമ്മുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് എത്രയാണെന്നുള്ളത് മനസ്സിലായി. ഇനി നിങ്ങളിവിടെ ഈ ഒരു എക്സൽ ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 55ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് 3.65 crore വേണം. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഈ 25ാമത്തെ വയസ്സ് മുതൽ 55ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞ ഒരു 30 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു 3,65,00,000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SIP ചെയ്യുന്നത്. SIP അതായത് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്, ഒരു മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വീക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ കൃത്യമായി ഇപ്പോൾ ഒരു 30 വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു പീരീഡ് നമുക്കുണ്ട്. നമുക്ക് അത്രയും വലിയൊരു പീരീഡിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും വലിയ ഒരു ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 30 അപ്പോൾ ചെറിയൊരു എമൗണ്ട് വെച്ച് SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 5,000 rupees പെർ മന്ത് എല്ലാ മാസവും ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക്. അപ്പോൾ നമ്മളെന്താണ് ഈ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഡെറ്റ് കാറ്റഗറി വരുന്ന ഫണ്ടിലേക്കാണ് ഈ ഒരു 3.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുക വൺസ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ നമ്മൾ SIP ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞത് ഒരു ഇക്വിറ്റി ലോങ് ടേമിൽ എപ്പോഴും ഇക്വിറ്റിയാണ് നമുക്കൊരു 10 വർഷത്തിൽ കൂടുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഇക്വിറ്റി ഫണ്ടാണ്. അപ്പോൾ ഒരു SIP ഒരു ഇക്വിറ്റി കാറ്റഗറിയിൽ വരുന്ന ഫണ്ടിലേക്ക് നമ്മൾ SIP ആയിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 30 വർഷം കഴിയുന്ന സമയത്ത് നമുക്കൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു 3,65,00,000 രൂപ എന്ന് പറഞ്ഞ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 55ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര രൂപ മന്ത്ലി ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യണം? ഈ ഒരു ഇക്വിറ്റി 12% റിട്ടേൺ എക്സ്പെക്ട് ഒരു ഇക്വിറ്റി ഫണ്ടുകൾക്ക് നോർമലി ഇക്വിറ്റി കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകൾക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 12%, 10 to 12% ഒക്കെയാണ് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 12% നമ്മൾ 12% ആണ് ഒരു ആവറേജ് റിട്ടേൺ എടുക്കുന്നത്. അപ്പോൾ 12% ഒന്ന് കിട്ടാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫണ്ടിലേക്ക്
എത്ര രൂപ നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് നമുക്കറിയാം. എത്ര രൂപ മന്ത്ലി നമുക്ക് ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഈ ഒരു 3,65,00,000 രൂപ എന്നൊരു എമൗണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു SIP കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏജ്, റിട്ടയർമെൻറ്റ് ഏജ്, ഇയേഴ്സ് ടു റിട്ടയർമെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടും. നമുക്കിനി ഇതിൽ ഒരു കാര്യം മാത്രം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഒരു 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതലാണെന്ന് തോന്നുന്നത് അത് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 12% ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രൈറ്റീരിയാസ് വെച്ചിട്ട്, അതായത് 30 വർഷത്തേക്ക് 12% ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 3,65,00,000 രൂപ എന്ന് പറയുന്ന ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ മാസവും നമ്മളിവിടെ ഈ ഒരു SIP എമൗണ്ട് പെർ മന്ത് എന്ന് പറഞ്ഞൊരു ടാബിലേക്ക് നമ്മുടെ ഒരു SIP എമൗണ്ട് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഏകദേശം 10,000 രൂപ, 10,500 റുപ്പീസിൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ട് നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അടുത്ത 30 വർഷത്തേക്ക് കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 12% പെർ ആനം എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇനീഷ്യലി 3,65,00,000 രൂപ എന്നൊക്കെ കേട്ട സമയത്ത് വലിയ എമൗണ്ട് നമുക്ക് ഇത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ടാവും. ബട്ട് എന്താണ്, നമ്മളൊരു വലിയൊരു പീരീഡിലേക്ക് കൃത്യമായ രീതിയിൽ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെറിയൊരു എമൗണ്ട്, ഒരു 10,000 റുപ്പീസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് SIPയിലേക്ക് അല്ലെങ്കിൽ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എത്ര രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കണം ഒരു മാസം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ബുദ്ധിമുട്ടുന്നത് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അവരുടെ ലിവിങ് എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടാത്തൊരവസ്ഥയാണ് പലർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.